ഹായ്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ? യെസ്, നോക്കുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സെറ്റിനകത്ത് നമുക്ക് 4 എലമെൻസുകൾ കാണാം. 1 2 3 4. ഓക്കെ, ആർ എന്ന് പറയുന്ന ഒരു റിലേഷനാണ്. അതിൽ സം എലമെൻസ് ഉണ്ട്, ലൈക്ക് ഓർഡേഡ് പേഴ്സ് 1 2 2 3 ആൻഡ് 1 4. ഓക്കെ, ഇത് റിലേഷനാണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എയിലാണ്. എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് ബി ദി ഇക്വലൻസ് റിലേഷൻ ഓൺ എ. അപ്പോൾ എസ് എന്ന് പറയുന്ന മറ്റൊരു സെറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് റിലേഷൻ എ എന്ന് പറയുന്ന സെറ്റിൽ ഇക്വലൻസ് റിലേഷൻ ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എസ് ബി ദി ഇക്വലൻസ് റിലേഷൻ ഓൺ എ ആണ്, സച്ച് ദാറ്റ് ആർ സബ്സെറ്റ് എസ്. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ആർ എന്തായിരിക്കണം? ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന എസിൻ്റെ സബ്സെറ്റ് ആയിട്ട് വരണം. ഓക്കെ, ആൻഡ് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് ഈസ് എൻ. അങ്ങനെ എസ് എന്ന് പറയുന്ന ഇക്വലൻസ് സെറ്റാണ്. അത് എയിൽ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് തന്നെയാണ് എസ്. ആ എസ് എന്താണ്? ആർ എന്താണ്? എസിൻ്റെ സബ്സെറ്റായിട്ട് വരണം. അങ്ങനെ ആർ എസിൻ്റെ സബ്സെറ്റായിട്ട് വരുന്ന എസ്സിൽ എത്ര എലമെൻസുകൾ ഉണ്ടെന്നാണ് പറയുന്നത്? എൻ എലമെൻസുകൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ മിനിമം വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. എസ് എന്ന് പറയുന്ന മറ്റൊരു റിലേഷൻ എന്ന് പറയുന്നത് എയിൽ തന്നെ ഡിഫൈൻ ചെയ്യണം. ആ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ ഇക്വലൻസ് ആയിരിക്കണം. മാത്രമല്ല ആറ് എന്ന് പറയുന്നത് എസിൻ്റെ സബ്സെറ്റ് ആയിരിക്കുകയും വേണം. എന്ന് വെച്ചാൽ ആറിലുള്ള എലമെൻറ്റ്സ് മസ്റ്റായിട്ട് എസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എസ് ഇക്വലൻസ് റിലേഷൻ എന്നുള്ള ആ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ആ എസ്സിൽ ഉപയോഗിക്കുന്ന എലമെൻറ്റ്സുകളുടെ മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഈ എസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എസ് എന്ന് പറയുന്ന റിലേഷൻ സെറ്റാണ് നമ്മൾ എഴുതുന്നത്. ആ റിലേഷൻ സെറ്റിൽ ആറിലുള്ള എല്ലാ എലമെൻറ്റും ഉണ്ടായിരിക്കണം. മാത്രമല്ല എസ് എന്ന് പറയുന്ന സെറ്റ് ഈക്വലൻസ് റിലേഷനുമായിരിക്കണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ആറ് എസിൻ്റെ സബ്സെറ്റ് ആകുക എന്ന് പറഞ്ഞതിന് അർത്ഥം ആറിലുള്ള എല്ലാ എലമെൻസുകളും ഇവിടെ ഉണ്ടാവണം, എസ്സിലുണ്ടാവണം. അപ്പം ഞാൻ ആദ്യം തന്നെ ആറിലെ എല്ലാ എലമെൻസും എസ്സിലേക്ക് എടുത്ത് എഴുതുകയാണ്. അപ്പം ഞാൻ ആറിൽ എലമെൻ്റ് ആയിട്ടുള്ള 1 2 എഴുതി, അതുപോലെ 2 3 എഴുതി, അതുപോലെ 1 4 എഴുതി. ഓക്കെ, ഇനി നമുക്കറിയാം ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ 3 കണ്ടീഷൻസുകളുണ്ട്. ഒന്ന് റിഫ്ലെക്സീവ്, മറ്റൊന്ന് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആയിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്ന് വെച്ചാൽ എയിലുള്ള ഓരോ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് ഇപ്പം ഞാൻ ഈ എഴുതിയിരിക്കുന്ന നമ്പറുകളൊക്കെ നമുക്ക് 6 എലമെൻറ്റുകൾ എടുത്ത് എഴുതിയതാണ്. കാര്യം 6 എസിൻ്റെ സബ്സെറ്റ് ആയിരിക്കണം. ഇപ്പം തന്നെ നമുക്കിവിടെ എസ് ക്ലോസ് ചെയ്താൽ തന്നെ 6 എസിൻ്റെ സബ്സെറ്റായി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എസ് എന്ന് പറയുന്ന സെറ്റ് ഇക്വലൻസ് അല്ല. അപ്പോൾ ഇക്വലൻസ് ആവണമെങ്കിൽ അത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആവണ്ടേ? അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആകുക എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതിനുവേണ്ടി നമ്മൾ എയിലുള്ള എല്ലാ എലമെൻറ്റും അതിനോട് തന്നെ റിലേറ്റഡ് ആണെന്നുള്ളത് കാണിക്കണം. അപ്പം ഞാൻ 1 1 എഴുതി, കാര്യം 1 എയിലുള്ള എലമെൻ്റ് ആണ്. 2 2 എഴുതി, കാര്യം 2 എയിലുള്ള എലമെൻ്റ് ആണ്. അതുപോലെ 3 3 എഴുതി, 4 4 എഴുതി, കാര്യം എന്താണ്? ഈ 1 2 3 4 ഒക്കെ എയിലുള്ള എലമെൻ്റ് ആണ്. 5 5 എഴുതേണ്ട കാര്യമില്ല, കാര്യം 5 എന്ന് പറയുന്ന എലമെൻ്റ് എയിലില്ല. അപ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റുകളും ഓരോന്നെടുത്ത് അതിനോട് തന്നെ റിലേറ്റഡ് ആയിക്കൊണ്ട് എഴുതുകയാണ് ചെയ്യുന്നത്. അതാണ് 1 1 2 2 3 3 4 4 വരാനുള്ള കാരണം. ഇനി നമുക്കിതിൻ്റെ സിമെട്രിയെ കുറിച്ച് ചിന്തിക്കണം. നമുക്കറിയാം 1 1 2 2 3 3 4 4 എന്നുള്ളതെല്ലാം ഒരു സിമെട്രിക് ഫോം തന്നെയാണ് ഉള്ളത്. 1 1 തിരിച്ച് എഴുതിയാലും 1 1 തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിനങ്ങനെ എഴുതേണ്ട കാര്യമില്ല. ഇവിടെ 1 2 ഉള്ള സ്ഥിതിക്ക് നമുക്ക് എന്തായാലും 2 1 വേണം. അപ്പം ഞാൻ 2 1 എഴുതി. 2 3 ഉള്ളത് കൊണ്ട് 3 2 വേണം, അത് എഴുതി. 1 4 ഉള്ളത് കൊണ്ട് 4 1 വേണം, അതും എഴുതി. അപ്പം ഇവിടെയുള്ള എല്ലാ എലമെൻറ്റുകൾക്കും സിമെട്രി വന്നു കഴിഞ്ഞു. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ട്രാൻസിറ്റീവ് ആണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് ആക്കി നമ്മൾ, അതുപോലെ സിമെട്രിക്കും ആക്കി ഇപ്പോൾ ഉള്ള എലമെൻറ്റുകൾ വെച്ചിട്ട്. ഇനി പുതിയ എലമെൻറ്റുകൾ വന്നാൽ അതിൻ്റെ സിമെട്രിയും കൂടെ അതിൽ കൺസിഡർ ചെയ്യണം, അത് വേറെ കാര്യം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് ട്രാൻസിറ്റിവിറ്റി എങ്ങനെ പറയാൻ പറ്റുന്നുള്ളത് നോക്കണം. ട്രാൻസിറ്റിവിറ്റി എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് ടു സിയും ആണെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻ ആറിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ റിലേറ്റഡ് ടു സി എന്നുള്ള ആ ഒരു റിലേഷൻ എന്ത് ചെയ്യണം? ആറിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം അല്ലെങ്കിൽ ഇവിടെ എസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ 1 2 ഉണ്ടല്ലോ. അപ്പോൾ 2ൽ തുടങ്ങുന്ന എല്ലാ എലമെൻറ്റും നമ്മളൊന്ന് നോട്ട് ചെയ്യാം. 1 2 എന്ന് പറയുമ്പോഴത്തേക്കും 2ൽ തുടങ്ങുന്ന എല്ലാ എലമെൻറ്റും ഒന്ന് നോട്ട് ചെയ്യണം. 2ൽ തുടങ്ങുന്ന എല്ലാ എലമെൻറ്റും എന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയുണ്ട്? 2 2 ഉണ്ട്, അതുപോലെ പിന്നെ വരുന്നത് 2 1 ഉണ്ട്. അപ്പോൾ 1 2 2 2 എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ആദ്യത്തെ 1 ലാസ്റ്റത്തെ 2 ആണ് റിലേറ്റഡ് ആവേണ്ടത്. ആ 1 2 തന്നെയാണിത്. ഓക്കെ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഇനി 1 to 2 1 എന്ന് പറയുമ്പോഴത്തേക്കും 1 1 ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പം 1 2 എന്നുള്ള പെയറിൻ്റെ കേസിൽ നമുക്കത് ഓക്കെ ആണെന്ന് മനസ്സിലായി. ഇനി 2 3 2 3 പറയുമ്പോൾ നിങ്ങൾ ഈ 3യിൽ തുടങ്ങുന്ന എലമെൻറ്റുകൾ നോക്കണം. 3യിൽ തുടങ്ങുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 2 ഇവിടെയുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ 2 3. പിന്നെ 3 3 നമ്മൾ നോക്കേണ്ട കാര്യമില്ല, തിരിച്ച് പറഞ്ഞാൽ 2 3 തന്നെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ 2 3 ഉണ്ടെങ്കിൽ ഇവിടെ നോക്കൂ 3 2 ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ 2 2 പറയണം. 2 2 ഇവിടെ ഉണ്ട്. ഇനി 1 4 പറയുമ്പോഴത്തേക്കും 1 4 പറഞ്ഞാൽ പിന്നെ 4ൽ തുടങ്ങുന്ന എലമെൻറ്റ് ഏതൊക്കെയാണ്? ഒന്ന് ഇതാണ്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ വരുന്നത് 4 1 ആണ്. അപ്പോൾ 1 4 4 1 1 1 അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പിന്നെ നമുക്ക് ഇത് റിഫ്ലെക്സീവിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ്, ഇതൊന്നും നോക്കേണ്ട കാര്യമേ ഇല്ല. ഇനി നമുക്ക് 2 1 എടുത്തു. ഇനി 1 തുടങ്ങുന്ന എലമെൻറ്റ് വേറെ ഉണ്ടോ എന്ന് നോക്കണം. 2 1 എടുത്തു, 1 4 ഉണ്ട്, 2 4 ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ അവിടെ 2 4 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2 4 ആഡ് ചെയ്തു. 2 4 ആഡ് ചെയ്യുമ്പോൾ സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതുകൊണ്ട് 4 2 ആഡ് ചെയ്യേണ്ടി വരും. 4 2 ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 4 2 ആഡ് ചെയ്തു. ഓക്കെ, മനസ്സിലായല്ലോ? 2 1. ഇനി നമുക്ക് 2 1 എടുത്ത സമയത്ത് ഇനി വേറെ 1 തുടങ്ങുന്ന എലമെൻറ്റുകളൊന്നുമില്ല. ഇനി 4 1 എടുത്തു കഴിഞ്ഞാൽ 4 1 ഇനി 3 2 എടുത്തു കഴിഞ്ഞാൽ 3 2 എടുത്തു കഴിഞ്ഞാൽ 2ൽ തുടങ്ങുന്ന എലമെൻറ്റ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. അപ്പം നോക്കൂ 3 2 ഞാൻ എടുത്തു. മുകളിലേക്കൊക്കെ നോക്കുക കേട്ടോ, ഓരോന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. മുകളിലൊക്കെ നോക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. 3 2 എടുത്തു കഴിഞ്ഞാൽ താഴെ ഇവിടെ ഒരു എന്തുണ്ട്, ഒരു 2 4 ഉണ്ട്. അപ്പോൾ 3 2 2 4 എന്ന് പറയുമ്പോൾ 3 4 അതിൽ വേണം. 3 4 ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ എവിടെയെങ്കിലും. 3 4 കാണുന്നില്ല. അപ്പം നമ്മൾ 3 4 ഇട്ടു. പക്ഷേ അത് സിമെട്രി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ 4 3 കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ഒരു AB ഒരു BC എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AC അതിൽ എക്സിസ്റ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കണം. കാര്യം ഇത് ഇക്വലൻസ് ആക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആ ഒരു റിഫ്ലക്ഷനും കൂടെ അതിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അതിനെ തിരിച്ചെഴുതി അതിൽ വെക്കണം. അതും കൂടെ ശ്രദ്ധിച്ച് പോകണം. അതിനനുസരിച്ച് ട്രാൻസിറ്റിവിറ്റിയുടെ റിസ്ക് പിന്നെയും കൂടും. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് പോകണം എന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ 2⁴ എന്ന് പറയുന്നത് 16 എലമെൻറ്റ്സ് ആണ് ഇതിൽ വരുന്നത് അല്ലേ. ഇതിൽ ശരിക്കും 1 2 3 4 5 6 7 8 9 10 11 12 13 14. ഇനി ഇതിൽ ഏതെങ്കിലും എലമെൻറ്റ് മിസ്സിംഗ് ഉണ്ടോ എന്ന് നോക്കണം. ഒന്നും കൂടെ നമ്മൾ 3 2 നമ്മൾ എത്തിയിട്ടുണ്ട്. 3 2 ഇനി 2ൽ തുടങ്ങുന്ന ഏതെങ്കിലും പെയർ ഉണ്ടോ എന്ന് ഇവിടെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കണം. 3 2 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ 3 2 ആകുമ്പോൾ പിന്നെ 2 3 ഇവിടെ ഉണ്ട്. അപ്പോൾ 3 3 എന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. 3 3 ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇനി 4 1 ആണ്. 1 തുടങ്ങുന്ന ഏതെങ്കിലും എലമെൻറ്റ് നോക്കണം. 1 തുടങ്ങുന്ന എലമെൻറ്റ് 4 1 1 2 4 2 ഉണ്ടെന്ന് നോക്കണം. യെസ് 4 2 ഉണ്ട്. അപ്പോൾ പിന്നെ അത് പ്രശ്നമില്ല. ഇനി 4 1 തന്നെ 1 തുടങ്ങുന്ന മറ്റ് എലമെൻറ്റ് 1 4 ആണ്. അപ്പോൾ 4 4 അവിടെ ഉണ്ട്. പിന്നെ വേറെ 1 തുടങ്ങുന്ന എലമെൻറ്റുകളൊന്നുമില്ല. ഇനി 4 2 നോക്കുക. 4 2 ആകുമ്പോൾ 2ൽ തുടങ്ങുന്ന എലമെൻറ്റ് നോക്കുക. 4 2 2 3 4 3 4 3 ഇവിടെ ഉണ്ട്. ഇനി 4 2 പിന്നെ വരുന്ന ഏതാന്ന് നോക്കിയാൽ 4 2 2 1 4 1 4 1 ഇവിടെ ഉണ്ട്. 4 2 ഇനി 2ൽ 2 4 4 4 ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ 4 2ൻ്റെ കാര്യം ഓക്കെയാണ്. ഇനി 3 4 എടുക്കുക. ഇനി 3 4 എന്ന് പറയുമ്പോൾ അടുത്ത 4ൽ തുടങ്ങുന്ന എലമെൻറ്റ് ഉണ്ടെന്ന് നോക്കണം. 4ൽ തുടങ്ങുന്ന എലമെൻറ്റ് വരുന്നത് എവിടെയാണെന്ന് നോക്കുക. 4 1 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 3 4 4 1. അപ്പോൾ 3 1 വേണം. 3 1 ഇതിലുണ്ടോയെന്ന് നോക്കണം. 3 1 ഇതിൽ കാണുന്നില്ല. അപ്പോൾ 3 1 നമ്മൾ എഴുതി. ഇനി 3 1 എഴുതുന്നത് കൊണ്ട് 1 3 ഇതിൽ എഴുതണം നമ്മൾ. 1 3 നമ്മൾ എഴുതി. ഓക്കെ, ശരിക്കും പറഞ്ഞത് കംപ്ലീറ്റ് A ക്രോസ് നമ്മൾ എഴുതി കഴിഞ്ഞു. കാര്യം S എന്ന് പറയുന്ന സെറ്റ് ഇക്വലൻസ് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എല്ലാ എലമെൻറ്റുകളും എഴുതേണ്ടതായിട്ട് വന്നു നമുക്ക്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് നമുക്ക് N എന്ന് തന്നിട്ടുണ്ട്. ആ N എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ A ക്രോസിലുള്ള എല്ലാ എലമെൻറ്റുകളും വരണം എന്ന രീതിയിലാണ്. സോ മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് എന്ന് പറയുന്നത് മിനിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എസ് എന്ന് പറയുന്നതാണ് N, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 16 ആണ് വരിക. ഇതിൻ്റെ ആൻസർ വരുന്നത് 16 ആണ്. ഓക്കെ, 16 ആണ് ഇതിൻ്റെ ആൻസറിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമെട്രിക്, എന്താണ് ട്രാൻസിറ്റീവ് എന്നുള്ളത് നോക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മളൊരു AB ഒരു BC എക്സിസ്റ്റ് ചെയ്താൽ ഒരു AC ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അത് കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതും കൂടെ തിരിച്ചെഴുതി വെക്കാൻ ശ്രദ്ധിക്കണം. എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പിക്കണം. ഏതെങ്കിലും എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലമെൻറ്റ്സിൻ്റെ എണ്ണം നമ്മൾ അറിയാതെ കൂടി പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ട്രാൻസിറ്റിവിറ്റിയാണ് വളരെ കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം. ബാക്കിയെല്ലാം എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.